സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നില്ലെങ്കിൽ പിന്നെ എന്തിനല്ലേ അത് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലേ? ഒരിക്കല് ഒരു മനുഷ്യൻ അയാള് അയാളുടെ ബോട്ടുമായിട്ട് കടലിൽ കൂടി യാത്ര ചെയ്യാണ്. ശക്തമായ കാറ്റും മഴയും. ഗതി തെറ്റി ഇങ്ങനെ ബോട്ട് ആടി ഉലഞ്ഞ് എവിടെയോ പോവുകയാണ്. ബോട്ട് മറിഞ്ഞു രക്ഷപ്പെടുമെന്ന യാതൊരു ചിന്തയും അയാളുടെ ഉള്ളിൽ ഇല്ല. പക്ഷെ എന്നിരുന്നാലും അയാൾ എങ്ങനെയൊക്കെയോ ഒരു ദ്വീപിൽ ചെന്ന് പെടുകയാണ്. അയാൾ ചുറ്റും നോക്കി അവിടെ എങ്ങും ആരെയും കണ്ടില്ല. ആ ദ്വീപിലൂടെ നടന്നു പോയപ്പോൾ ഒരുപാട് ഫലവൃക്ഷങ്ങൾ കണ്ടു. കനികളൊക്കെ തിന്നുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്ത് അയാൾ ആഴ്ചകൾ തള്ളി നിൽക്കുകയാണ്. വീടിനെ കുറിച്ചുള്ള ചിന്തകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും താമസിക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അദ്ദേഹം തനിക്ക് പറ്റുന്നത് പോലെ ചെറിയൊരു കുടിലുണ്ടാക്കുകയാണ്. കാരണം സന്ധ്യയാവുന്നതിന് മുൻപേ തണുപ്പ് തുടങ്ങും. സന്ധ്യയാവുമ്പോൾ അയാൾ കുറെ വിറകൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ കാഞ്ഞ് അതിൽ തന്നെ നോക്കി ഇരിക്കുകയും ചെയ്യും. ഒരു ദിവസം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് തീ കാഞ്ഞ് അയാൾ പോയി കിടന്നുറങ്ങുകയാണ്. ശക്തമായ ചൂട് അനുഭവപ്പെട്ടപ്പോൾ അയാൾ ചാടി എഴുന്നേക്കുകയാണ്. അയാൾ പെട്ടെന്ന് മനസ്സിലാക്കുകയാണ് താൻ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ കുടിലിന് തീ പിടിച്ചുവെന്ന്. അയാൾ പെട്ടെന്ന് തന്നെ ചാടി പുറത്തിറങ്ങി തന്റെ ദുർവിധിയെ കുറിച്ച് ഓർത്ത് വല്ലാതെ സങ്കടപ്പെടുകയും ദൈവത്തോട് പരിഭവിക്കുകയും തന്നെ താൻ ദൈവമേ നീ എന്റെ വീട്ടിൽ നിന്ന് എന്നെ അകറ്റി, എന്റെ പ്രിയപ്പെട്ടവർ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഇവിടെ ഈ നാട്ടില് ഞാനൊരു വീട് വെച്ചതാണ്, അതും നഷ്ടപ്പെട്ടു, ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നയാൾ സ്വയം പഴിക്കുകയും ദൈവത്തെ പഴിക്കുകയും ചെയ്യാണ്. അങ്ങനെ അല്പനേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്രഭാത സൂര്യൻ ഉദിക്കുകയാണ്. പ്രഭാതത്തിൽ ഒരു കപ്പൽ ഈ ദ്വീപിനെ ലക്ഷ്യമാക്കി വരികയാണ്. കപ്പൽ ദ്വീപിനോട് അടുത്തപ്പോൾ അയാൾ ഓടിച്ചെന്ന് ആ കപ്പിത്താൻ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കപ്പിത്താന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ദ്വീപിൽ എത്തിച്ചേർന്നത് എന്ന്. ആ കപ്പിത്താൻ മറുപടിയായി അയാളോട് പറഞ്ഞു, രാത്രിയിൽ ഞങ്ങൾ ഇതുവഴി കടന്നു വരുമ്പോൾ വലിയൊരു പ്രകാശം കാണുകയായിരുന്നു. ഞങ്ങൾ കൂടുതൽ അടുത്ത് വന്നപ്പോൾ ഒരു തീ കത്തുന്ന ഒരു പ്രകാശം ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. ആരോ കപ്പലുകാർ രക്ഷിക്കാനായിട്ട് തീ കൂട്ടിയിട്ടതാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ദ്വീപിനെ ലക്ഷ്യം വെച്ച് വന്നത്. അയാൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അയാൾ ആ കപ്പിത്താനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞു. അയാൾ ഭയങ്കര ശക്തിയോടെ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചു. എന്നിട്ട് കപ്പിത്താൻ അയാളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, സഹോദരാ, നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നത് പോലെ നടന്നില്ലെങ്കിൽ അല്ലെങ്കിൽ താമസം എടുത്തു കഴിയുമ്പോൾ നമുക്ക് വലിയ നിരാശ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ വിചാരങ്ങളും അല്ല ദൈവത്തിന്റെ ചിന്തകളും വിചാരങ്ങളും. അല്പം ഒന്ന് താമസിച്ചാലും അല്പം ഒന്ന് വൈകിയാലും കൂടുതൽ നല്ലത് കിട്ടാൻ പല കാത്തിരിപ്പുകളും നമുക്ക് അവസരങ്ങൾ നൽകാറുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നഷ്ടങ്ങളും കഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ എന്തൊരു ജീവിതം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ചില കാത്തിരിപ്പുകൾ വലിയ നന്മയ്ക്ക് മുന്നോടിയാണെന്ന് വിചാരിക്കാം.